ഹലോ ഗൈസ്, ഇന്ന് വൈകിട്ട് ചക്കുളത്തമ്പലത്തിൽ വരെ ഒന്ന് പോകാൻ നിർത്തുന്നുണ്ട്. ചക്കുളത്തമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ് ഇത്. ചക്കുളത്തമ്പലത്തിലെ ഫ്രണ്ട് വശമാണിത്. ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്ത് നീലേറ്റുപുറത്താണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിനത്തിലാണ് ഇവിടെ പൊങ്കാല നടക്കുന്നത്. അതിനോടനുബന്ധിച്ച് നടക്കുന്ന ആഘോഷങ്ങളാണ് ഈ കാണുന്നത്. ഞങ്ങൾ അവിടെ അമ്പലത്തിൻ്റെ ഭാഗത്ത് ചെന്നപ്പോൾ തന്നെ ഭയങ്കര പാട്ടും മേളവും, അതുപോലെ തന്നെ അമ്പലം മുഴുവനും തോരണം കൊണ്ട് അലങ്കരിച്ചിരിക്കുകയായിരുന്നു. അമ്പലത്തിലേക്ക് കയറിപ്പോകാൻ നല്ല ഭംഗിയാണ് നമുക്ക് കാണാൻ തന്നെ. പ്രത്യേകിച്ച് ഈ സന്ധ്യാസമയം ആകുമ്പോഴത്തേക്കും ഒന്നും കൂടെ ഭംഗിയാണ് അമ്പലങ്ങൾക്ക് കാണാൻ വേണ്ടി. ഞാൻ അമ്പലത്തിൻ്റെ അകത്തേക്കൊന്നും പോയി ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അമ്പലത്തിൻ്റെ ഈ പരിസരത്ത് കയറുന്ന ഭാഗത്തോട്ടുള്ള തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ഭാഗം മാത്രമേ ഞാൻ വീഡിയോ ആയിട്ട് പകർത്തിയിട്ടുള്ളൂ. ഇവിടുത്തെ അമ്മയായ ചക്കുളത്തം മഹാകാളി, മഹാലക്ഷ്മി, സരസ്വതി, ഭുവനേശ്വരി, ഭദ്രകാളി എന്നീ പല ഭാവങ്ങളിലാണ് ഇവിടെ ഭഗവതി അമ്മയിരിക്കുന്നത്. മാത്രവുമല്ല, ഗണപതി, പരമശിവൻ, മുരുകൻ, ശാസ്താവെ, ഹനുമാനെ, നവഗ്രഹങ്ങളെ, നാഗദൈവങ്ങളെ തുടങ്ങിയ വിഗ്രഹങ്ങളും ഇവിടെയുണ്ട്. ഈ മൂർത്തികൾ കൂടാതെ തന്നെ ബ്രഹ്മരക്ഷസും യക്ഷിയമ്മയും ഇവിടെയുണ്ട്. ഈ ക്ഷേത്രത്തിനുള്ളിൽ ഒരുപാട് കാഴ്ചകൾ കാണാൻ തന്നെയുണ്ട്. ഈ പ്രാവശ്യത്തെ പൊങ്കാല എന്ന് പറയുന്നത് ഡിസംബർ 4 വ്യാഴാഴ്ച ദിവസമാണ്. പൊങ്കാല ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്നപ്പോഴത്തേക്കിന് തന്നെ വഴിയുടെ സൈഡിലെല്ലാം അവർ വൃത്തിയാക്കുകയും വെള്ളം തളിക്കുകയും, അതുപോലെ തന്നെ ഓരോ കടകളുടെ വാതിക്കലായിട്ട് ഒരുപാട് ചട്ടികളും വിറകുകളും ഇഷ്ടികക്കല്ലുകളും എല്ലാം കാണാൻ പറ്റി കേട്ടോ. ചക്കുളത്തമ്പലത്തിലെ പൊങ്കാല എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി വന്നു വേറൊരു അമ്പലത്തിൽ വന്നു കേട്ടോ. ശ്രീ ദേവവ്യാസ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലാണ് അടുത്ത് വന്നത്. അവിടെ അടുത്ത് തന്നെയാണ് ഈ ഒരു അമ്പലവും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഹനുമാനാണ് മെയിൻ പ്രതിഷ്ഠയായിട്ട് വരുന്നത്. പിന്നെ വാതിക്കൽ ഒരു വലിയ ഗരുഡൻ്റെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. ഈ ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം കണ്ടു അവിടെ നിന്ന് നമ്മൾ കുറേ നേരം തൊഴുതുനിന്ന് പോകും. ഇതെല്ലാം റോഡിനരികിൽ തന്നെയാണ് ഈ അമ്പലം വരുന്നത്. നമുക്കിതിൻ്റെ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറണമെന്ന് തന്നെ ഇല്ല. ഇതിൻ്റെ വാതിക്കൽ നിന്നായിട്ട് നമുക്ക് തൊഴുതാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് ഈ റോഡിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ഈ ഒരു അമ്പലവും വരുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനാണ് ഈ ഒരു പാലം വരുന്നുണ്ട്. ഇവിടെ ഒരു കാണിക്ക മണ്ഡപവും വരുന്നുണ്ട്. ഞാൻ പാലം കയറി അപ്പുറത്തിറങ്ങി. ടാറ്റാ ബൈ ബൈ, സീ യു.